ഈശും ശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെയാണ് ഈ വർഷം ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ലൂക്ക അന്തോക്കിയയിലെ വിജാതീയ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹിതനായിരുന്നു അദ്ദേഹം. AD 70 വെച്ച് ഗ്രീസിൽ വെച്ച് ഈ സുവിശേഷം രചിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. വിശുദ്ധ മത്തായിയും മാർക്കോസും ഉപയോഗിച്ചിരിക്കുന്ന മൂലരേഖകൾക്ക് പുറമെ മറ്റ് പാരമ്പര്യങ്ങളും ഈ സുവിശേഷ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായി ബാല്യകാല സുവിശേഷം, മർത്തായും മറിയവും, ഹെറോദേസിന് മുമ്പുള്ള വിസ്താരം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്നിവ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നവയാണ്. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിലാകെ 35 വാക്യങ്ങളും 3 ശീർഷകങ്ങളുമാണ് ഉള്ളത്. ഒന്നാമത്തെ ശീർഷകം ശിഷ്യർക്ക് ഉപദേശങ്ങൾ. ഇതിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. രണ്ടാമത്തെ ശീർഷകം 10 കുഷ്ഠരോഗികൾ. ഇതിൽ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. മൂന്നാമത്തെ ശീർഷകം മനുഷ്യപുത്രന്റെ ആഗമനം. ഇതിൽ 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ഈശോ ശിഷ്യർക്ക് ഉപദേശങ്ങൾ നൽകുന്നതും 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നവയാണ്. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. ഇതിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ശിഷ്യർക്ക് ഉപദേശങ്ങൾ. ഈശോ ശിഷ്യരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ചെറിയവരിലൊരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്കെതിരായി തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക. തിരിച്ചു വന്ന് താൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യവും അവൻ നിങ്ങൾക്കെതിരായി തെറ്റ് തരികയും പിന്നീട് തിരിച്ചു വന്ന് 7 പ്രാവശ്യം താൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ അവനോട് ക്ഷമിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കിമിൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊരുക്കുവിൻ അത് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾ അവനെ ഭക്ഷണത്തിലെത്തുമോ? ഞാൻ ഭക്ഷിക്കുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുവിനെന്നല്ലേ പറയുന്നത്? അതുപോലെ കൽപ്പിച്ചവ ചെയ്തതുകൊണ്ട് നിങ്ങൾ ദാസനോട് നന്ദി പറയുമോ എന്ന് യേശുവരോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ കൽപ്പിച്ചവ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് നിങ്ങൾ പറയുവിനെന്ന് യേശുവരോട് പറയുന്നു. ഇനി നമുക്ക് ഇതുവരെയുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 1. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഏത് കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടു? എവിടെ വെച്ച് എഴുതപ്പെട്ടു? ഉത്തരം AD 70 ശേഷം ഗ്രീസിൽ വെച്ച്. രണ്ടാമത്തെ ചോദ്യം, യേശു എന്തുണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം ദുഷ്പ്രേരണകൾ. മൂന്നാമത്തെ ചോദ്യം, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണകൾ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയുന്നത് എന്ത്? ഉത്തരം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക. അടുത്ത ചോദ്യം, തെറ്റ് ചെയ്ത സഹോദരൻ എന്ത് ചെയ്താലാണ് അവനോട് ക്ഷമിക്കേണ്ടത്? ഉത്തരം പശ്ചാത്തപിച്ചാൽ. ആറാമത്തെ ചോദ്യം, ദിവസത്തിൽ 7 പ്രാവശ്യം നിന്റെ സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് എന്തു പറയുകയും ചെയ്താലാണ് നീ അവനോട് ക്ഷമിക്കണമെന്ന് യേശു പറയുന്നത്? ഉത്തരം ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ. അടുത്ത ചോദ്യം, സഹോദരൻ തെറ്റ് ചെയ്തതിനു ശേഷം 7 തവണയും വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ എന്താണ് പറഞ്ഞത്? ഉത്തരം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കിമിൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊരുക്കുവിനെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് കർത്താവ് അപ്പോസ്തലന്മാരോട് പറയുന്നത്? ഉത്തരം കടുകുമണിയോളം വിശ്വാസം. അടുത്ത ചോദ്യം, ലൂക്ക 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ
ഏത് വൃക്ഷത്തോടാണ് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുവിൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് കർത്താവ് പറയുന്നത്? ഉത്തരം, സിക്കിമിൻ വൃക്ഷത്തോട്. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഭൃത്യൻ എന്തൊക്കെ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്ന് യേശു ചോദിക്കുന്നത്? ഉത്തരം, ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വന്നാൽ. അടുത്ത ചോദ്യം, നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു പറയുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. അടുത്ത ചോദ്യം, 17-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏത്? എത്ര വാക്യങ്ങളാണ് ഇതിലുള്ളത്? ഉത്തരം, ശിഷ്യർക്കുള്ള ഉപദേശങ്ങൾ. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. 10 കുഷ്ഠരോഗികൾ. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്നവയാണ്. ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഗലീലയ്ക്കും സമരിയായ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങൾ കനിയണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന്. അങ്ങനെ അവർ പോകും വഴി സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗമുക്തനായെന്ന് കണ്ട് തിരിച്ചു വന്ന് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. ഇവിടെ യേശു ഈ സുഖപ്പെട്ട സമരിയാക്കാരനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്നും യേശു അവനോട് ചോദിച്ചു. ശേഷം യേശു അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പോയിക്കൊള്ളുവിനെന്ന്. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ വിവരിക്കുന്ന രോഗശാന്തി ഏത്? ഉത്തരം, 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം. 2, 10 കുഷ്ഠരോഗികൾ എന്ന ശീർഷകത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, യേശു എവിടേക്കുള്ള യാത്രയിലാണ് സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നുപോയത്? ഉത്തരം, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. നാലാമത്തെ ചോദ്യം, യേശു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ആരെയാണ് കണ്ടത്? ഉത്തരം, 10 കുഷ്ഠരോഗികളെ. അടുത്ത ചോദ്യം, 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് സ്വരമുയർത്തി അപേക്ഷിച്ചത്? ഉത്തരം, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന്. ആറാമത്തെ ചോദ്യം, ആർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്നാണ് യേശു 10 കുഷ്ഠരോഗികളോട് പറഞ്ഞത്? ഉത്തരം, പുരോഹിതന്മാർക്ക്. ഏഴാമത്തെ ചോദ്യം, 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ രോഗമുക്തനായപ്പോൾ എന്താണ് അവൻ ചെയ്തത്? ഉത്തരം, ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. എട്ടാമത്തെ ചോദ്യം, സുഖപ്പെട്ടവരിൽ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചത് ആരാണ്? ഉത്തരം, ഒരു വിജാതീയൻ. അടുത്ത ചോദ്യം, സുഖം പ്രാപിച്ചവൻ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് ചെയ്തത്? ഉത്തരം, അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു. അടുത്ത ചോദ്യം, സുഖം പ്രാപിച്ചവനെ കണ്ടപ്പോൾ യേശു എന്താണ് ചോദിച്ചത്? ഇവിടെ യേശു 3 ചോദ്യങ്ങൾ ഈ സമരിയാക്കാരനോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 10 പേരല്ലേ സുഖപ്പെട്ടത്? രണ്ടാമത്തേത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്നും യേശു 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, അവസാനം യേശു സുഖം പ്രാപിച്ചവനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന അത്ഭുതം? ഉത്തരം, 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, എവിടേക്കുള്ള യാത്രയിലാണ് 10 കുഷ്ഠരോഗികൾക്ക് ഈശോ സൗഖ്യം നൽകുന്നത്? ഉത്തരം, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ. അടുത്ത ചോദ്യം, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ എവിടെ വെച്ചാണ് ഈശോ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയത്? ഉത്തരം, സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. മനുഷ്യപുത്രൻ്റെ ആഗമനം. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന ഫരിസേയരുടെ ചോദ്യവും തുടർന്ന് ഈശോയുടെ മറുപടിയും എപ്രകാരമാണ് ദൈവരാജ്യം വരുന്നത് എന്നുമാണ് ഇതിൽ വിവരിക്കുന്നത്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് ഈശോ മറുപടി പറഞ്ഞു. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ദൈവരാജ്യം വരുന്നത്,
ഇതാ അവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ ഇതാ അവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണൽ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും അവൻ്റെ ദിവസങ്ങളിൽ മനുഷ്യപുത്രൻ. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. നോഹയുടെ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം എന്ന സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ലോത്തിന്റെ കാലഘട്ടത്തിലും. അവർ തിന്നുകയും വാങ്ങുകയും കുടിക്കുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ലോത്ത് സോതോമിൽ നിന്നും ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്തെന്ന് ഓർക്കുവിനെന്നും ഈ ശിഷ്യന്മാരോട് പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിപ്പിച്ചു കൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്കെന്നവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകുമാർ വന്നുകൂടും. ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഈശോയോട് ചോദിച്ചത് ആരാണ്? ഉത്തരം: ഫരിസേയർ. രണ്ടാമത്തെ ചോദ്യം: ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഉത്തരം: ദൈവരാജ്യത്തെക്കുറിച്ച്. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. മൂന്നാമത്തെ ചോദ്യം: എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന്. അടുത്ത ചോദ്യം: അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, നിങ്ങൾ അവരെ ഡാഷും ചെയ്യരുത്. ഉത്തരം: അനുഗമിക്കുകയും ചെയ്യരുത്. അടുത്ത ചോദ്യം: ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ ഡാഷും. ഉത്തരം: മനുഷ്യപുത്രൻ. അടുത്ത ചോദ്യം: എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആരാണ് ഇവിടെ പ്രതിപാദിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. അടുത്ത ചോദ്യം: ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ എന്ന് ഈശോ പറയുന്നത്. ഉത്തരം: നോഹയുടെ ദിവസങ്ങളിൽ. അടുത്ത ചോദ്യം: ഏതു ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ. അടുത്ത ചോദ്യം: അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ആരുടെ നാളുകളിലും ഇങ്ങനെ ആയിരുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ലോത്തിൻ്റെ നാളുകളിലും. അടുത്ത ചോദ്യം: ലോത്ത് എവിടെ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത്? ഉത്തരം: സോതോമിൽ നിന്ന്. അടുത്ത ചോദ്യം: എവിടെ നിന്നാണ് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത്? ഉത്തരം: സ്വർഗത്തിൽ നിന്ന്. അടുത്ത ചോദ്യം: ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ എന്ത് ചെയ്യരുത് എന്നാണ് ഈശോ അവരോട് പറയുന്നത്? ഉത്തരം: വീടിനകത്തുള്ള സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന്. അടുത്ത ചോദ്യം: ആ ദിവസം വയലിൽ ആയിരിക്കുന്നവൻ എന്ത് ചെയ്യരുതെന്നാണ് ഈശോ പറയുന്നത്? പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. അടുത്ത ചോദ്യം: എന്ത് ഓർമ്മിക്കുക എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം: ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. അടുത്ത ചോദ്യം: തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും.
അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. അടുത്ത ചോദ്യം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 35 വാക്യത്തിൽ 2 സ്ത്രീകൾ എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും എന്നാണ് ഈശോ പറയുന്നത്? ഉത്തരം ധാന്യം പൊടിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്ത ചോദ്യം, കർത്താവെ എവിടേക്ക് എന്ന ശിഷ്യരുടെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്ത്? ഉത്തരം ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും.